താൻ ജീവിക്കാത്ത ജീവിതങ്ങളെല്ലാം കെട്ടുകഥകൾ മാത്രമാകുന്നത് സൗദി അറേബ്യയിലെ ആടുജീവിതം കാണുമ്പോൾ മാത്രമല്ല, കൊല്ലം കടപ്പുറത്ത് നിന്നും മൺട്രോ തുരുത്തിലേക്ക് കെട്ടിച്ചു കൊടുത്ത പെണ്ണിലും ബാധകമാണ്. പെണ്ണിനും പൊന്നിനുമിടയിൽ പെട്ടുപോകുന്ന മടിയിൽ ചില്ലറിക്കാരനെ സംബന്ധിച്ചിടത്തോളവും ഇത് സത്യമാണ്. ഓരോ ജീവിതത്തിനും ഓരോ കഥ പറയാനുണ്ടാകും, ഒന്നിലേറെ കഥകളുണ്ടാകും. ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ കഥകളുടെ മഹാസമുദ്രങ്ങളാണല്ലോ. പുറമെ ശാന്തമെന്ന് തോന്നുമ്പോഴും അകത്ത് ചുഴിയൊളിപ്പിച്ചു വെച്ച മഹാസമുദ്രം. പൊന്നുമില്ല മാനുമല്ലാത്ത പാവം മീൻകൊത്തി പക്ഷിയെയാണ് പൊതുവെ പൊന്മാനെന്ന് വിളിക്കുന്നത്. ജ്യോതിഷ് ശങ്കർ സംവിധാനം നിർവഹിച്ച ബേസിൽ ജോസഫ് ചിത്രം പൊന്മാനാകട്ടെ കൊത്തിയെടുക്കുന്നത് മീനിനെയല്ല, പൊന്നും മനുഷ്യനും ചേർന്നൊരു ജീവിതഗന്ധിയായ കഥയെയാണ്. ആ സിനിമയുടെ ടൈറ്റിൽ ഗ്രാഫിക്സിൽ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നുമുണ്ട്. കൊല്ലം കടപ്പുറത്തെയും മൺട്രോ തുരുത്തിലെയും ജീവിതങ്ങളോടൊപ്പം രാഷ്ട്രീയവും സാമ്പത്തികവും സ്വർണവും ചേർത്ത് പല കാഴ്ചപ്പാടുകളിലൂടെ കാഴ്ചക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ പണിഞ്ഞുവെച്ച വലിയ കുറ്റങ്ങളൊന്നുമില്ലാത്ത സിനിമയാണ് പൊന്മാൻ. സാധാരണക്കാരിലും താഴെ ജീവിതം നയിക്കുന്ന അധികം പണിത്തരങ്ങളൊന്നുമില്ലാത്ത ഏതാനും ജീവിതങ്ങളുടെ കഥ. തൊട്ടുമുമ്പിലിറങ്ങിയ പ്രാവിൻകൂട് ഷാപ്പിൽ ഓവറായി അഭിനയിച്ചുവെന്ന് നിശ്ചിത വിമർശനം കേട്ട ബേസിൽ ജോസഫിന് പൊന്മാൻ നല്ല പേര് തിരികെ നൽകും. ബേസിലിൻ്റെ സിനിമാ ജീവിതത്തിലെ മനോഹരമായൊരു കഥാപാത്രത്തെ അഭിനയ മികവ് കൊണ്ട് ചേർത്ത് വെച്ചിരിക്കുകയാണ് അദ്ദേഹം പി അജേഷിലൂടെ. GR ഇന്ദുഗോപൻ്റെ 4-5 ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കി നോവലിസ്റ്റും ജസ്റ്റിൻ മാത്യുവും ചേർന്ന് രചിച്ച തിരക്കഥയാണ് സിനിമയുടെ നട്ടെല്ല്. നോവൽ വായിക്കുന്ന അതേ ആകാംക്ഷയോടെ സിനിമയും കാണാനാകും. ബേസിലിൻ്റെ പി അജേഷിനോടൊപ്പമാണോ, സജിൻ കോബുവിൻ്റെ മരിയാനയോടൊപ്പമാണോ, ലിജിമോൾ ജോസിൻ്റെ സ്റ്റെഫി ഗ്രാഫിനൊപ്പമാണോ, അതോ ആനന്ദ് മണമ്പതൻ്റെ ടെറൻസ് ബ്രൂണോയ്ക്കൊപ്പമാണോ കാഴ്ചക്കാരൻ നിൽക്കേണ്ടതെന്ന് സംശയം തോന്നും. എല്ലാവരും അവരവരുടെ ജീവിതങ്ങളിൽ ന്യായം അർഹിക്കുന്നവരാണ്, മറ്റേയാളുടെ കാഴ്ചപ്പാടിൽ ചില പ്രശ്നങ്ങളുള്ളവരും. ഇതെല്ലാം അറിയുന്നത് കൊണ്ടാണ് ആരോടൊപ്പം ചേരണമെന്ന അങ്കലാപ്പ് പ്രേക്ഷകരിൽ ഉണ്ടാകുന്നത്. ആവേശത്തിൽ അമ്പാനായെത്തിയ സജിൻ ഗോപുവിൻ്റെ തികച്ചും വ്യത്യസ്തമായ കഥാപാത്രമാണ് പൊന്മാനിലെ മരിയാനോ. ഒറ്റ നോട്ടത്തിൽ തന്നെ ഭീകരനാണ് മരിയാനോ. ഈ ഭീകരനാണോ രംഗണ്ണൻ്റെ അമ്പാനായി ആളുകളെ കുടുകൂടെ ചിരിപ്പിച്ചതെന്ന് തോന്നും. രൂപവും ഭാവവും നോട്ടവും ചെയ്തികളുമെല്ലാമായി ചെമ്മീൻകെട്ടിലെ മരിയാനോ അതിഭീകരൻ തന്നെ. മഹേഷിൻ്റെ പ്രതികാരത്തിൽ സോണിയയും കട്ടപ്പനയിലെ ഋതിക് റോഷനിൽ കനിയുമായെത്തി ചെറിയ ഭാഗം കൊണ്ട് തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ലിജിമോൾ ജോസിൻ്റെ അസാമാന്യ പ്രകടനങ്ങളിലൊന്നായി പൊന്മാനിലെ സ്റ്റെഫി ഗ്രാഫ് വിലയിരുത്തപ്പെടും. കൊല്ലം കടപ്പുറത്തെയും മൺട്രോ തുരുത്തിലെയും ലത്തീൻ ജീവിതങ്ങളായതുകൊണ്ട് തന്നെ പി അജേഷിനൊഴികെ കഥാപാത്രങ്ങളിൽ പലതിനും മലയാളം തൊടാത്ത പേരുകളുണ്ട്. മരിയാനോയും സ്റ്റെഫി ഗ്രാഫും മാത്രമല്ല, ടെറൻസ് ബ്രൂണോയും ലൂസിയമ്മയും അതിൽപ്പെടും. അതിൻ്റെ കൂടെ നാടകങ്ങളിൽ കർത്താവിൻ്റെ വേഷം കെട്ടാൻ മാർക്കണ്ഡേയ ശർമ്മയും. പോസ്റ്ററൊട്ടിച്ചും തല്ലുണ്ടാക്കിയും നടക്കുന്ന ടെറൻസ് ബ്രൂണോയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയാണല്ല, സൈദ്ധാന്തികമല്ല, വൈകാരികമായാണ് ബ്രൂണോ തൻ്റെ പാർട്ടിയെ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ ചാവാൻ പോകുമ്പോഴും മുഷ്ടി ചുരുട്ടി ലാൽ സലാം വിളിക്കുന്നത്. പള്ളിയെയും പട്ടക്കാരെയും നേരിട്ടും പാർട്ടിയെ നേരിട്ടല്ലാതെയും വെറുപ്പിക്കുന്ന ബ്രൂണോ താൻ ഒന്നുമല്ലെന്ന് തിരിച്ചറിയുന്ന ഒരു വല്ലാത്ത നിമിഷമുണ്ട്. ആരും സഹായത്തിനെത്തില്ലെന്നും താൻ മാത്രമായി പോകുമെന്നും തിരിച്ചറിയുന്ന നിമിഷം. ഒരുപക്ഷെ ഏതൊരു സാധാരണക്കാരൻ്റെയും ജീവിതത്തിൽ അത്തരമൊരു നിമിഷം ഒരിക്കലെങ്കിലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും. ബ്രൂണോ മറ്റുള്ളവർക്ക് വേണ്ടി കൊണ്ടും കൊടുത്തും നടക്കുന്നവനാണെങ്കിൽ പി അജേഷ് അങ്ങനെയല്ല. തൻ്റെ ജീവിതത്തിലെ അലക്സാണ്ടർ ചക്രവർത്തി താൻ തന്നെയാണെന്ന് പ്രഖ്യാപിക്കുകയാണ് അവൻ. വലം കൈകൊണ്ട് ഇടതുനെഞ്ചിൽ 3 ഇടിച്ച് അജേഷ് ആണടാ അജേഷ് എന്ന് പറയാൻ തൻ്റെ ഇടമുള്ളവൻ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പതറാതെ നിന്ന് ജയിക്കാൻ നോക്കുന്നവൻ. പോരാട്ടത്തെക്കുറിച്ച് പാർട്ടി ക്ലാസ്സിൽ കേട്ടവനല്ല, പോരാടി ജീവിച്ചവനായതുകൊണ്ട് തന്നെ കടുത്ത പ്രതിസന്ധിക്ക് മുമ്പിലും ആത്മഹത്യയല്ല നേടിയെടുക്കലാണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയവൻ. ഈ കഥാപാത്രത്തെ ബേസിൽ ഉള്ളറിഞ്ഞ് അവതരിപ്പിച്ചിട്ടുമുണ്ട്. വയറിനെ കുത്തേറ്റ് ചോര ചാലുപോലെ പുറത്തേക്കൊഴുകുമ്പോഴും കുത്തിയവനെ നോക്കി നീ ഇത്രയേ ഉള്ളുവടാ എന്ന് വിളിച്ചു പറയാൻ മാത്രമല്ല, അവന് നേരെ പറ്റാവുന്നത്ര ശക്തിയെടുത്ത് കൂവാനും അജേഷിന് സാധിക്കുന്നത് അവൻ്റെ ആ കരളോർപ്പ് കൊണ്ട് മാത്രമാണ്. ഒരുപക്ഷെ ഇത്രയും ശക്തമായൊരു കഥാപാത്രം ബേസിലിന് ഇതിനു മുമ്പ് ലഭിച്ചിട്ടുണ്ടാവില്ല. ഫാലിമിയിലൊക്കെ ജീവിതത്തിലെ പങ്കപ്പാടുകൾക്ക് മുമ്പിൽ നിൽക്കുന്ന കഥാപാത്രം ബേസിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഏത് നിമിഷത്തെയും ചങ്കൂറ്റത്തോടെയും ആഘോഷത്തോടെയും നേരിടുന്ന ഒരു ബേസിൽ കഥാപാത്രം ആദ്യത്തേതാകാം. ടൈറ്റിൽ രംഗത്ത് കൊല്ലം നഗരവും ചുറ്റുപാടുകളും കാണിച്ച് കൊല്ലത്തെക്കുറിച്ച് മനോഹരമായി എഴുതിയ വരികളുള്ള പാട്ടുണ്ട്. കൊല്ലത്തെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രമാണ് പാട്ട് കേൾവിക്കാർക്കും കാഴ്ചക്കാർക്കും നൽകുന്നത്. സുഹൈൽ കോയയുടെ വരികൾക്ക് ജസ്റ്റിൻ വർഗീസ് സംഗീതം നൽകിയ ഗാനങ്ങളെല്ലാം അർത്ഥസമ്പുഷ്ടവും സിനിമയുടെ കഥാഗതിക്ക് അനുയോജ്യവുമാണ്. സംവിധായകനും എഴുത്തുകാരനും മനസ്സിൽ കണ്ടതിനെ ഒരു ഫ്രെയിം കൊണ്ട് പോലും നോവിക്കാതെ സാനു ജോൺ വർഗീസിൻ്റെ ക്യാമറയും നിതിൻ രാജ് അരോളിൻ്റെ എഡിറ്റിങ്ങും കാഴ്ചക്കാരെ വെള്ളിത്തിരയിലേക്ക് തന്നെ നോക്കിയിരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അജിത് വിനായക ഫിലിംസിൻ്റെ ബാനറിൽ വിനായക അജിത് നിർമ്മിച്ച പൊന്മാൻ പ്രേക്ഷകൻ്റെ സിനിമാറ്റിക് സങ്കല്പങ്ങളിൽ പലതിനെയും തൃപ്തിപ്പെടുത്തിയാണ് അവസാനിക്കുന്നത്. വല്ലാത്ത അപകടകാരിയായ വസ്തുവാണ് സ്വർണം. കനകവും കാമിനിയും ഉണ്ടാകുന്ന കലഹത്തിൽ പൊന്നില്ലാത്തൊരു പെണ്ണിൻ്റെ സൗന്ദര്യം പറയുന്നു പൊന്മാൻ.